അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മളോട് റബീഉൽ അവ്വൽ എന്ന ഈ ഒരു പുണ്യമാസം വിട പറയാനിരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതുപോലെ എല്ലാ വാതിലുകളും അടഞ്ഞ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരു മുറാദ് ഹാസിലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെല്ലുതീരുമ്പോഴേക്കും അത് നടന്ന് കിട്ടുവാൻ സാധിക്കുന്ന, അത്രക്കും ഫലം കിട്ടുന്ന ഒരു മഹത്തായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഇസ്മിനെ ആരെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഇതിൽ ഞാൻ പറയുന്നുണ്ട്, ആ എണ്ണം കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അല്ലാഹു തആല ഹാസിലാക്കി തരുന്നതാണ്. കാരണം അത്രക്കും പവറുള്ള ഒരു അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഇത്. വലിയ ഒരു മുറാദ് ഹാസിലായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇസ്മിനെ ചൊല്ലി തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ മുറാദ് ചിലപ്പോൾ നടന്ന് കിട്ടിയേക്കാം. അത്രക്കും പവറുള്ള ഒരു ഇസ്മ കൂടെയാണ്. നിങ്ങളൊരു കച്ചവടം, അല്ലെങ്കിൽ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു വീട് കുടിയിരിക്കൽ, വീടിന് തറക്കല്ലിടൽ, അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തു പോകൽ, ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവൽ, ഒരു കല്യാണം നോക്കുന്ന സമയം, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ അല്ലാഹു തആല വിജയിപ്പിച്ചു തരികയും ചെയ്യും. മുറാദ് പെട്ടെന്ന് ഹാസിലായി കിട്ടുന്നതിനും ഉദ്ദേശം പെട്ടെന്ന് നടന്ന് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചൊല്ലിയാലും നമുക്കതിനുള്ള എല്ലാ അടഞ്ഞ വാതിലുകളും നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ സഹായിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇസ്മാണ് യാ ജാഇലു യാ അല്ലാഹ് എന്നത്. യാ ജാഇലു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഇസ്മിനെ 104 വട്ടം നിങ്ങൾ എണ്ണം പിഴക്കാതെ ചൊല്ലുക. അപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പല വഴികളും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും. എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടന്ന് ഇനി ആ ഒരു ആഗ്രഹം നടക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് പോലും ഉണ്ടാകും. എന്നാൽ നിങ്ങൾക്കത് കിട്ടിയാൽ കൊള്ളാം എന്ന ഒരു ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത്തരത്തിലുള്ള നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ ഈ ഒരു ഇസ്മിനെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്ന് കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലാഹു തആല കാരുണ്യവാനും കരുണാനിധിയുമാണ്. അപ്പോൾ 104 വട്ടം യാ ജാഇലു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളുമുണ്ട്. അല്ലാഹു തആല ആഗ്രഹങ്ങളെല്ലാം ഹൈറായ രീതിയിൽ നമുക്ക് നടത്തി തരികയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.